ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ബ്രെയിനി ബഡീസ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇപ്പം മഴക്കാലമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ പാരൻസിന് ആകെ ടെൻഷനാണ്. മഴയാണ്, കുട്ടി നനയും, കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്നും പറഞ്ഞു കൊടുക്കാം. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ബ്രെയിനി ബഡീസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഫസ്റ്റ്, മഴക്കാലത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ കുട്ടികളോട് പറയേണ്ടത്, നനഞ്ഞ കൈകൊണ്ട് ഒരിക്കലും നമ്മുടെ വൈദ്യുത ഉപകരണങ്ങൾ, അതായത് പ്രത്യേകിച്ചും കുട്ടികൾ മൊബൈലൊക്കെ കുറച്ച് അഡിക്ഷനുള്ള കുട്ടികളാണെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ പോകും. സോ ചാർജർ ആണെങ്കിലും സ്വിച്ച്, വയറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നനഞ്ഞ കൈകൊണ്ട് സ്പർശിക്കരുതെന്ന് ആദ്യം തന്നെ കൊച്ചു കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്, കുട്ടികളിപ്പം സൈക്കിളിലൊക്കെയാണ് സ്കൂളുകളിൽ പോകുന്നത്, അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളക്കെട്ടുകൾ കാണും. അപ്പം ആ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങരുതെന്ന് പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുക. കാരണം ഈ വെള്ളക്കെട്ടിൽ പലയിടത്തും കുഴികളുണ്ടാവും. അപ്പോൾ ആ കുഴികളിൽ മറിഞ്ഞു വീഴാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. കുഴികൾ മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ ഈ വെള്ളക്കെട്ടിനടിയിൽ ഓടയൊക്കെ ഉണ്ടാവും. അപ്പോൾ സൈക്കിളിലാണെങ്കിലും നടന്നാണെങ്കിലും ഈ വെള്ളക്കെട്ടുകളിൽ ഇറങ്ങരുതെന്നുള്ള കാര്യം നേരത്തെ തന്നെ കുട്ടികൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാം. അതുപോലെ കുട്ടികളിപ്പം പുറത്ത് ട്യൂഷനോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ വരിക, മഴയോടുകൂടി നല്ല ഇടിമിന്നലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരിക്കലും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്ന് പറയുക. നമ്മൾ എപ്പോഴും ഒരു കെട്ടിടത്തിനുള്ളിൽ എപ്പോഴും ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇടിമിന്നലുള്ള സമയത്ത് ഒരിക്കലും പുറത്തിറങ്ങരുത് എന്നൊരു രീതിയിൽ. ഇപ്പോൾ ഇനി പുറത്തായി പോയി എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു കടയൊക്കെ, ഷോപ്സൊക്കെ അടുത്തുണ്ടെങ്കിൽ അവിടേക്ക് കയറി നിൽക്കാനായിട്ട് കുട്ടികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാം. പിന്നെ ഒരിക്കലും ഈ നനഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടിരിക്കരുത്. ഈ സ്കൂളുകളിലൊക്കെ ഓപ്ഷനുണ്ട്, മഴയാകുമ്പോൾ ഷൂവും സോക്സും ഇടുന്നതിന് പകരം സാൻഡിൽസ് ധരിക്കാം. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ സാൻഡിൽസ് ഇടാം. അതേപോലെ തന്നെ നനഞ്ഞ വസ്ത്രങ്ങൾ അപ്പോൾ തന്നെ മാറ്റണം. നനഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ മഴക്കാലത്ത് കുട്ടികൾക്ക് കൊടുക്കാവുള്ളൂ. നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ ആണെങ്കിലും കൊതുകുകളൊക്കെ വളരുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം. കാരണം പകർച്ചവ്യാധികൾ പിടിപെടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. ഈ കുട്ടികൾക്ക് നമുക്ക് പുഴയിലും തോടിലും വെള്ളച്ചാട്ടങ്ങളിലുമൊക്കെ മക്കൾ കളിക്കാനൊക്കെ പോകാറുണ്ട്, ഗ്രൂപ്പൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വിനോദം അവർക്ക് സന്തോഷമാണ്. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു കളിക്കാനുള്ള വെള്ളച്ചാട്ടങ്ങളിലോ പുഴയിലോ തോടുകളിലോ ഒന്നും തന്നെ ഈ മഴ സമയത്ത് മാക്സിമം കളികളൊക്കെ ഒഴിവാക്കാനായിട്ട് കുട്ടികളോട് പറയുക. കാരണം ഇങ്ങനെയുള്ള പെട്ടെന്ന് ഇവിടെ ജലനിരപ്പ് ഉയരും. മഴ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുഴയിലാണെങ്കിലും തോട്ടിലാണെങ്കിലും വെള്ളച്ചാട്ടത്തിലും ഒക്കെ ആണെങ്കിലും ജലനിരപ്പ് ഉയരും, ഒഴുക്കും കൂടും. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ പുഴയിലും തോടിലും വെള്ളച്ചാട്ടത്തിലും ഒക്കെ ഉള്ള കളികളൊക്കെ ഒഴിവാക്കാനായിട്ട് കുട്ടികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മഴ സമയം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ബ്രെയിനി ബഡീസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് വീണ്ടും വേറൊരു സെഷനായിട്ട് കാണാം. താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എത്തിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക.